നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക്. തലക്കെട്ടുകൾ നോക്കാം. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ മുകൾ നിലകളിലേക്ക് രോഗികളെ ചുമന്നു കയറ്റേണ്ട അവസ്ഥ. ലിഫ്റ്റ് തകരാറിലാകുന്നത് പതിവാകുന്നു. ആശുപത്രിയിൽ ഉപരോധ സമരവുമായി യൂത്ത് ലീഗ്. ആലപ്പുഴ പച്ചയിൽ ഫെഡറൽ ബാങ്ക് ATMിൽ മോഷണ ശ്രമം. ബാങ്ക് ഹെഡ് ഓഫീസിൽ സിഗ്നൽ എത്തിയതോടെ പോലീസ് ഇടപെടൽ. രക്ഷപ്പെട്ട മോഷ്ടാവിനെ തേടി CCTV കേന്ദ്രീകരിച്ച് പരിശോധന. പാലക്കാട് അട്ടപ്പാടി മുക്കാലിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ആന എത്തിയത് ചിന്നപ്പറമ്പിലെ ജനവാസ മേഖലയിൽ. രാവിലെ ഇറങ്ങിയ ആനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുന്നു. കാക്കനാടിന്റെ കുടിവെള്ളക്ഷാമത്തിന് ഇനിയും പരിഹാരമായില്ല. ജലവിതരണത്തിന് ഉപയോഗിക്കുന്നത് ആസ്ബസ്റ്റോസ് പൈപ്പുകൾ. മർദ്ദം കൂട്ടി പമ്പ് ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടും. പ്രദേശവാസികളുടെ കുടിവെള്ളവും മുട്ടും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് ഉപഭോക്തൃ കമ്മീഷന്റെ പിഴ. നടപടി കെട്ടിട നമ്പർ തടഞ്ഞുവെച്ചതിന്. വിധിച്ചത് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം. വിശദമായ വാർത്തകളിലേക്ക് കിടക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരായ അപ്പീൽ വൈകിയതിന് സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. അപ്പീൽ നൽകാൻ വൈകിയതിന്റെ കാരണം അറിയിക്കാൻ സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് 10 ദിവസം സമയം നൽകി. റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേരള വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ഒക്ടോബറിൽ നൽകിയ ഉത്തരവ്. ആജ്ഞ രവീന്ദ്രൻ ചേർന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ആജ്ഞ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ റാഗിംഗ് മത്സരത്തെ തുടർന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടത്. അത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഉത്തരവ് വരുന്നത്. അതേസമയം ഇത്രയും കാലതാമസം 29 ജൂണിനാണ് സർക്കാർ അതിനെതിരെ അപ്പീൽ നൽകുന്നത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇത്രയും വൈകാനുണ്ടായ കാര്യം എന്താണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുക വേണം. മാത്രമല്ല, ഒരാഴ്ചയ്ക്കകം നഷ്ടപരിഹാര തുക ഹൈക്കോടതി നിക്ഷേപിക്കാനും ചീഫ് ജസ്റ്റിസ് കൂടി അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹർജി നൽകേണ്ട കാലതാമസത്തിന് ആണ് കോടതി പ്രധാനമായും അതൃപ്തി പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ഇതിൽ കേസിൽ ഹർജിക്കാരൻ സന്ദീപ് വചസ്പതി എന്ന ആൾ ഈ കേസിൽ അപരിചിതനാണ്. സാധാരണ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒന്നുകിൽ നേരിട്ട് ഇത്തരത്തിൽ ഇടപെട്ട് കേസിൽ ഇടപെടാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ സിദ്ധാർത്ഥന്റെ അതല്ലെങ്കിൽ കേസിൽ ഇടപെട്ട ആരുടെയെങ്കിലും ബന്ധുക്കൾക്ക് നൽകുന്ന ഹർജിയിൽ അടുത്ത ആളുകൾക്ക് ഈ കേസിൽ ഇടപെട്ട ആളുകൾക്ക് നൽകുന്ന ഹർജിയിൽ വേണം ഉത്തരവിടാൻ. ഇത് കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ് ഈ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അത് മാത്രമല്ല, നഷ്ടപരിഹാരത്തിന് ഇങ്ങനെ ഉത്തരവിടാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമപരമായി അധികാരമില്ല. ഈ ഉത്തരവിടൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നത് അനധികൃതമാണ് എന്നൊരു തരത്തിലാണ് ഹർജിക്ക് മറുപടിയുമായി കോടതിയെ സർക്കാർ സമീപിച്ചത്. അതേസമയം കോടതി ഉത്തരവ് അനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാം, മനുഷ്യാവകാശ കമ്മീഷനെ ഇടപെടാം, അതല്ലെങ്കിൽ ഹർജിയിൽ നേരിട്ട് ഇടപെടാം, അതല്ലെങ്കിൽ ഹർജിക്കാരന്റെ അടുത്ത ബന്ധുക്കളുടെ അതായത് ഈ മാതാപിതാക്കളുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെടാം. ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ കേസിൽ തീർത്ത അപരിചിതനായ ഒരാൾ ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തുക. അതേസമയം എന്താണ് നഷ്ടപരിഹാരം നൽകാൻ, അതല്ലെങ്കിൽ ഈ ഹർജിക്ക് മറുപടി നൽകാൻ എത്ര കാലതാമസം കാണിച്ചത് എന്ന് തന്നെയാണ് കോടതി ചോദിച്ചത്. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന നഷ്ടപരിഹാര തുക ഒരാഴ്ചക്കകം ഹൈക്കോടതിയിൽ കെട്ടിവെക്കണം. ഈ കാണികൾ നോട്ടീസ് മാത്രമാണ് സർക്കാരിന്റെ കമ്മീഷൻ അയച്ചതെന്നും ഹർജി പറയുന്നുണ്ട്. അതുപോലെ BJP നേതാവ് സന്ദീപ് വചസ്പതിയുടെ പരാതിയിലായിരുന്നു കമ്മീഷന്റെ ഉത്തരവ്. അതാണ് ആജ്ഞ. പക്ഷേ ഡിവിഷൻ ബെഞ്ച് 10 ദിവസം സമയം കൂടി നൽകിയിരിക്കുകയാണല്ലോ. ഈ കാലയളവിൽ സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഹരി, കാരണം ഇതില് ഈ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ ഒരു കേസിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് സർക്കാർ കോടതിയിൽ വാദിക്കുന്നത്. ഇത്തരത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നത് അനധികൃതമാണ്. ഇത് മാത്രമല്ല, സ്വമേധയാ ഒന്നുകിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ ഹർജിയിൽ ഇടപെടാം, അതല്ലെങ്കിൽ പരാതിക്കാർക്ക് വേണ്ടി നൽകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ ഉത്തരവനുസരിച്ച് ഇങ്ങനെ ഉത്തരവിടാം.
ഇങ്ങനെ മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസിൽ ഇടപെടാനുള്ള സാഹചര്യമുള്ളൂ. പക്ഷെ ഇത് മറ്റൊരു പുതിയ ഒരാൾ, അത് ഈ കേസുമായി ഒന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. ഈ കേസിൽ തീർത്തും അപരിചിതനായ ഒരാളാണ് സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന ബിജെപി നേതാവ്. അതുകൊണ്ട് തന്നെ ഇത് ആ ഹർജിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് സർക്കാരിന് പ്രധാനമായും കോടതിയെ ചൂണ്ടിക്കാണിക്കാവുണ്ടായ കാരണം. അതാണ് അതേസമയം 2024 ഒക്ടോബറിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ 7 ലക്ഷം രൂപ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതേസമയം ആ കേസിൽ തന്നെ സർക്കാർ കോടതിയിൽ മറുപടി ഹർജി നൽകിയത് ഇത്ര കാലം താമസം. ഈ കഴിഞ്ഞ ദിവസം 29 ജൂൺ ആണ് ഇതിനെതിരെ സർക്കാർ കോടതിയെ സമീപിക്കുന്നത്. അതിന് കാലതാമസം ഉണ്ടായത് എന്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ കോടതി പ്രധാനമായി അതിർത്തി പ്രകടിപ്പിച്ചത്. മാത്രമല്ല സർക്കാർ ചോദിച്ചതുപോലെ ഈ പറയുന്ന 10 ദിവസത്തിനുള്ളിൽ സാവകാശം നൽകിയിട്ടുണ്ട്. ആ സാവകാശത്തിനുള്ളിൽ സർക്കാർ പ്രധാനമായി ഉന്നയിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഇതിൽ ഇടപെടാനുള്ള സാധുത എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയായിരിക്കും. ഹരി, വ്യക്തമാണ്. എന്തായാലും ഫെബ്രുവരി 18, 2024 ജെ സിദ്ധാർത്ഥൻ മരണപ്പെടുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സർക്കാർ അപ്പീൽ നൽകാൻ വൈകി, അതും കേസുമായി ഒരു ബന്ധവുമില്ലാത്ത സന്ദീപ് വചസ്പതി നൽകിയ ഹർജിയിൽ എന്തുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതെന്തുകൊണ്ട് വൈകി എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. വിവരങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് അട്ടപ്പാടി മുക്കാലിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ചിന്നപ്പറമ്പിലെ ജനവാസ മേഖലയിലാണ് ആന എത്തിയത്. ഇന്ന് രാവിലെ ഇറങ്ങിയ ആനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിമുക്ത ഭടന്റെ മൃതദേഹം അടച്ചിട്ട വീടിനുള്ളിൽ കണ്ടെത്തി. മുട്ടക്കാട് സ്വദേശി ജ്യോതികുമാറാണ് മരിച്ചത്. മൃതദേഹത്തിന് ആഴ്ചകളുടെ പഴക്കമുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഒറ്റയ്ക്കായിരുന്നു ഇയാളുടെ താമസം. 1 മാസമായി ജ്യോതികുമാറിനെ കാണാനില്ലെന്നും വീട് പൂട്ടിയ നിലയിലാണെന്ന് കുടുംബം നെയ്യാറ്റിൻകര പോലീസിനെ അറിയിച്ചിരുന്നു. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരിക്ക് പറ്റി. 2 വാഹനങ്ങളും തകർന്നു. മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയും. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികൾ ദുരിതത്തിൽ. 5ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് രോഗികളെ ചുമന്നുകൊണ്ടാണ് കയറ്റുന്നത്. അടിയന്തരമായി ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഉപരോധ സമരവും സംഘടിപ്പിച്ചു. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ കാഴ്ചയാണിത്. ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിയുന്നവരെയും ഡയാലിസിസിനെത്തുന്നവരെയും ചുമന്നു കയറ്റേണ്ട അവസ്ഥ. രോഗികളെ എത്തിക്കുന്നത് ആശുപത്രിയിലെ 5ാം നിലയിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്ന ആശുപത്രിയിലെ ലിഫ്റ്റ് ശനിയാഴ്ചയാണ് വീണ്ടും പ്രവർത്തനരഹിതമായത്. മിക്ക ദിവസം കേടാ വെച്ചാൽ അത് പിന്നെ എന്ത് പാടോട്ട് ചിലർ പയ്യെ പിടിച്ച് കയറും മുകളിലോട്ടെ. 4ാം നിലയുടെ പൊക്കത്തിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ താഴേന്ന് 1ാം നില തുടങ്ങി കരോട്ടേക്ക് കയറി പോകണ്ടേ. അല്ലാത്തവരൊക്കെ കസാരയിൽ എടുത്ത് മുകളിലോട്ട് കയറ്റി ഒരു പ്രകാരത്തിൽ മുകളിൽ കൊണ്ടുപോയി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ആ നട കയറി വന്നിട്ട് ഹോസ്പിറ്റലിലായിട്ട് അവിടെ കസാരയിൽ ഇരിക്കുക. നടക്കാൻ പറ്റില്ലാത്ത കസാര ഇരുത്തി മുകളിലോട്ട് കൊണ്ടുപോകും. 4ാം നിലയിൽ 1ാം നിലയിൽ നിന്ന് 4ാം നിലയിൽ ചെല്ലുക. ലിഫ്റ്റ് തകരാറിലാകുന്നത് ആശുപത്രിയിലെ സ്ഥിരം സംഭവമാണ്. ലിഫ്റ്റ് തകരാറിലായ കാര്യം ഏജൻസി അറിയിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. സെൻസർ പോയി കിടക്കുന്നതാണ്. അത് മാറ്റി വയ്ക്കാതെ ഏതായാലും വർക്ക് ചെയ്യത്തില്ല. കാരണം അത് വളരെ പഴയൊരു ലിഫ്റ്റാണ്. ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കണ്ട് എന്ത് റിനോവേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്ഥിരമായി അതിൻ്റെ കംപ്ലൈൻറ്റ് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. അടിയന്തരമായി ആൾ സർവീസ് ചെയ്യുന്ന ആൾ വരണ്ടല്ലോ. സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. സ്ഥിരമായിട്ട് ലിഫ്റ്റിന് തകരാറുണ്ടോ? അതിന് ആ ലിഫ്റ്റിന് പഴയ ലിഫ്റ്റിന് സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് ഉള്ളത്. ലിഫ്റ്റ് പണിമുടക്കുന്നത് സ്ഥിരം സംഭവമായതോടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു.
അതേസമയം ലിഫ്റ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചാലും വൈകാതെ തന്നെ തകരാറിലാകുന്ന അവസ്ഥയാണ് ജില്ലാ ആശുപത്രിയിലുള്ളത്. മുകൾ നിലയിലേക്ക് പോകുവാൻ വിശ്വസിച്ച് ലിഫ്റ്റിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ആശുപത്രിയിലെത്തുന്നവർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രതിഷേധം. താൽക്കാലിക ജീവനക്കാരായ 4 പേരെ പിരിച്ചുവിട്ടതാണ് പ്രതിഷേധത്തിന് കാരണം. എന്നാൽ രോഗികളോട് മോശമായി പെരുമാറിയ താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടതെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. അരമണിക്കൂറോളം OPയുടെ പ്രവർത്തനത്തെ ബാധിച്ചെങ്കിലും പിന്നീട് സാധാരണ നിലയിലേക്ക് മാറി. കോഴിക്കോട് കൊടുമ്പുഴയിൽ നായാട്ട് സംഘം പിടിയിൽ. പെരിന്തൽമണ്ണ കുളത്തൂർ സ്വദേശി മുഹമ്മദ് അലി, മലപ്പുറം വേങ്ങാട് സ്വദേശി ഹംസ എന്നിവരാണ് പിടിയിലായത്. തോക്കും കത്തിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടികൂടി. ആലപ്പുഴ പച്ചയിൽ ഫെഡറൽ ബാങ്ക് ATMൽ മോഷണ ശ്രമം. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം നടന്നത്. ബാങ്ക് ഹെഡ് ഓഫീസിൽ സിഗ്നൽ ലഭിച്ചതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും മോഷ്ടാവ് കടന്നുകളഞ്ഞു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി NSS 4.5 കോടി രൂപ കൈമാറി. പുനരധിവാസത്തിന്റെ ഭാഗമായി ഒരുങ്ങുന്ന ടൗൺഷിപ്പിൽ വീട് നിർമ്മാണത്തിനായാണ് തുക കൈമാറിയത്. സംസ്ഥാനത്തെ മുഴുവൻ NSS സെല്ലുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് തുക സമാഹരിച്ചത്. ഇതിനായി വേസ്റ്റ് പേപ്പർ ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച്, ആർട്ട് എക്സിബിഷൻ, ഭക്ഷ്യമേള, ഓണം ഫെസ്റ്റ്, ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുള്ള വിൽപ്പനകൾ, കൂപ്പൺ നറുക്കെടുപ്പ് തുടങ്ങി നിരവധി പരിപാടികൾ NSS സംഘടിപ്പിച്ചിരുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ തുടങ്ങുമെന്നും NSS അറിയിച്ചു. വയനാടിനായി യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾ നൽകുമെന്ന് ഷാഫി പറമ്പിൽ MP. വീട് നിർമ്മിക്കാൻ തയ്യാറാണെങ്കിലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. KPCC സ്വന്തം നിലയ്ക്ക് വീട് നിർമ്മിക്കും. ഇതിനായി പണമുണ്ടെന്നും ഷാഫി. യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട്. അവർ ആ സ്റ്റേജിൽ ആ ഫണ്ട് KPCക്ക് കൈമാറാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ തയ്യാറാണ്. അവർ ആ പണം ഫുള്ളായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ, അതിൽ നയാ പൈസ ആരും അതിന് തൊട്ടിട്ടില്ല. ഈ വീട് എവിടെയാണ് വെക്കുക? സർക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ടോ? ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനേ പറ്റൂ. DYFIക്ക് പറ്റുമായിരിക്കും. സർക്കാർ പറയുന്നത് കേട്ടിട്ട് മാത്രം. യൂത്ത് കോൺഗ്രസ് ഒരു ഇൻഡിപെൻഡന്റ് യുവജന സംഘടനയല്ലേ, അവർക്ക് അവരുടെ തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ സർക്കാർ ഈ വീട് പറയുന്ന ആളുകളെ എല്ലാവരും പൈസ പിരിച്ചതും ജനങ്ങൾ കൊടുത്ത പൈസയും ഒക്കെ അവരിലേക്ക്, അല്ലാതെ അതാത് സംഘടനകൾക്ക് അതിപ്പോ ഇവിടെ വേറെ ഗവൺമെന്റുകൾ വരെ വീട് ഓഫർ ചെയ്തില്ലേ? കർണാടക ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ. എന്താ അവർക്കൊന്നും പണിയാൻ പറ്റാതെ പോയത്? സ്ഥലം കൊടുക്കുന്നില്ല. അപ്പൊ എന്ത് തീരുമാനിച്ചു? കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ തീരുമാനിച്ചെന്താ? സ്വന്തം നിലക്ക് സ്ഥലം കൂടെ കണ്ടെത്തി അവിടെ ജനങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ വീട്, ആ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന് KPCC സ്ഥലം കണ്ടെത്തുമ്പോൾ KPCC പ്രസിഡന്റുമായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും അതിന്റെ പ്രസിഡന്റ് രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ആ സ്ഥലം കണ്ടെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസിന് നിർമ്മിച്ചു കൊടുക്കാനുള്ള വീടുകളുടെ ഇടം കൂടെ കണ്ടെത്തി തരണമെന്ന് അവർ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി അത് പരിഗണിക്കും. ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ കൊടുക്കാന്ന് പറഞ്ഞ വീടുകൾ ഓരോന്നായിട്ട് ആളുകൾക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മേഖലാ അവലോകന യോഗം ആരംഭിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായാണ് യോഗം. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൃഷ്ണമേനോൻ വനിതാ കോളേജിലാണ് അവലോകന യോഗം നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ ഇടുക്കി സ്വദേശി സൈനികന് ആദരമൊരുക്കി പ്രത്യേക ഗ്രാമസഭ. അടിമാലി സ്വദേശിയായ സൈനികൻ അഭിരാം സോമനാണ് പഞ്ചായത്തിലെ 12ാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദനം ഒരുക്കിയത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് ഗ്രാമസഭയാണ് വേദി. പതിവ് ഗ്രാമസഭാ ചടങ്ങുകൾക്കൊപ്പം ഗ്രാമസഭാംഗവും നാട്ടുകാരനുമായ സൈനികന് നൽകിയ ആദരം ഗ്രാമസഭയെ കൂടുതൽ അർത്ഥവത്താക്കി. പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ സൈനികൻ അഭിരാം സോമനെയാണ് ആദരിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അഭിരാം സോമനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വളരെ പ്രശ്നങ്ങളായിരുന്നു. അവിടുന്ന് നല്ല രീതിയിലുള്ള അറ്റാക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടുന്ന് നല്ല രീതിയിലുള്ള അറ്റാക്ക് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാതിന് ഇതില് എനിക്ക് നല്ല അഭിമാനമുണ്ട്. യുദ്ധമുഖത്തെ അനുഭവങ്ങൾ അഭിരാം പങ്കുവച്ചു. ജമ്മു കാശ്മീരിലെ റജോറിയിലാണ് ഇപ്പോൾ സൈനിക സേവനം അനുഷ്ഠിക്കുന്നത്. 8 വർഷം മുൻപാണ് അഭിരാം ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. അടിമാലി പൊളിഞ്ഞപാലം തെക്കേമുറിയിൽ സോമൻ ഓമന ദമ്പതികളുടെ മകനാണ് ഈ സൈനികൻ. ഗ്രാമപഞ്ചായത്ത് അംഗം KK രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് ഉപഭോക്തൃ കമ്മീഷന്റെ പിഴ. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന് കെട്ടിട നമ്പർ അനുവദിക്കാതെ തടഞ്ഞുവെച്ചതിനാണ് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത്. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ MV ബാലന്റെ പരാതിയിലാണ് ഉപഭോക്തൃ കമ്മീഷന്റെ വിധി.
നികുതി സ്വീകരിക്കുന്ന കെട്ടിടം അനധികൃത നിർമ്മിതി എന്ന് കാട്ടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നമ്പർ നൽകിയിരുന്നില്ല. ഇതിനെതിരെയായിരുന്നു MV ബാലന്റെ നിയമ പോരാട്ടം. റെയിൽവേ ലൈനിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നില്ലെന്ന് കാട്ടിയാണ് പഞ്ചായത്ത് കെട്ടിടത്തിന് നമ്പർ നിഷേധിച്ചത്. സമീപത്തെ മറ്റ് കെട്ടിടങ്ങൾക്കില്ലാത്ത എന്ത് ദൂരപരിധി പ്രശ്നമാണ് തന്റെ കെട്ടിടത്തിന് മാത്രം ബാധകമായത് എന്നതായിരുന്നു ബാലൻ ഉയർത്തിയ പ്രധാന ചോദ്യം. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും തൃക്കരിപ്പൂർ സൗത്ത് വില്ലേജ് ഓഫീസറെയും കക്ഷി ചേർത്ത് ബാലൻ നൽകിയ പരാതിയിൽ അനുകൂല വിധി വന്നു. എൻ്റെ ബിൽഡിങ്ങിന് പഞ്ചായത്ത് നമ്പർ തരാതെ കൊണ്ട് വളരെയധികം വിഷമിച്ചു. അത് ഞാൻ പോരാടി എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ എൻ്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉപഭോക്താ കോടതിയിൽ കൊടുത്തിട്ട് അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. 5 കൊല്ലം എന്നെ കളിപ്പിച്ചവർ ഇനി കോടതിയിൽ വളരെയധികം ബഹുമാനിക്കുന്നു. കോടതി എനിക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത്. 2014 പെർമിറ്റ് അനുവദിച്ച് 2019 നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് നമ്പർ ലഭിക്കാൻ 5 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നു. ഉദ്യോഗസ്ഥരുടെ അകാരണമായ പിടിവാശിയാണ് നീതി നിഷേധിക്കാൻ കാരണമായതെന്ന് ബാലൻ പറയുന്നു. കേസുമായി മുന്നോട്ട് പോയപ്പോൾ പിന്തിരിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന് ബാലന്റെ ആരോപണം. ഈ പഞ്ചായത്തിലൊരു സ്റ്റാഫ് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായി, ഈ കേസ് കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകണ്ട, നിങ്ങൾക്കൊന്നും കിട്ടൂല, അത് അവസാനം അങ്ങ് വളരെ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിലേ ഉള്ളൂ, അപ്പം നിങ്ങൾക്ക് നമ്പർ വരെ ക്യാൻസൽ ചെയ്യേണ്ട ചാൻസ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി. ഞാൻ അതെല്ലാം വകവെക്കാതെ കണ്ടെന്നെ കേസിന് പോയത്. ഒന്നാം കക്ഷിയായ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപയ്ക്ക് പുറമെ പരാതി നൽകി നഷ്ടപരിഹാരം നൽകുന്നതുവരെയുള്ള കാലയളവിലേക്ക് 6% പലിശയും 5000 രൂപ കോടതി ചെലവിലേക്കും നൽകണം. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാക്കനാടിന്റെ ജലവിതരണ സംവിധാനങ്ങൾക്ക്. ആക്രി പരുവത്തിലായ ആസ്ബസ്റ്റോസ് പൈപ്പുകളാണ് ജലവിതരണ സംവിധാനത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടലും അതുമൂലമുണ്ടാകുന്ന ജലക്ഷാമവും മൂലം ആളുകൾ ദുരിതത്തിലാണ്. കാക്കനാടിന്റെ കുടിവെള്ളക്ഷാമത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. പകുതിയിലധികം പ്രദേശത്തും ജലവിതരണത്തിന് ഉപയോഗിക്കുന്നത് ആസ്ബസ്റ്റോസ് പൈപ്പുകളാണ്. ഇടയ്ക്കിടെ മർദ്ദം കൂട്ടി പമ്പ് ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടും. അതോടെ പ്രദേശം കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് പോകും. ഈ ഇടയ്ക്ക് ഇപ്പുറത്തെ ഒരു സൈഡിൽ പൊട്ടിയായിരുന്നു, അത് ശരിയാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെയും പൊട്ടിയേക്കുന്നത്. പ്രഷർ കൂടിയിട്ട് പൊട്ടിയെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അത് ഈ പൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത്. ചിലപ്പോൾ പഴയതായതുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നത്. പൈപ്പ് പൊട്ടുന്നതിന്റെ സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അത് 2-3 ദിവസത്തേക്ക് വെള്ളം ഉണ്ടായില്ല. അത് കഴിയുമ്പോൾ ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും. ജില്ലയുടെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ DI പൈപ്പ് ജലവിതരണം കാര്യക്ഷമമാക്കുമ്പോഴും കാക്കനാട്ടെ ഭൂരിഭാഗം പ്രദേശത്തേക്കും വെള്ളം എത്തിക്കുന്നത് ഇപ്പോഴും ആസ്ബസ്റ്റോസ് പൈപ്പിലൂടെ തന്നെ. ചെറിയ മർദ്ദം പോലും താങ്ങാൻ പഴയ ആസ്ബസ്റ്റോസ് പൈപ്പുകൾക്ക് കഴിയാത്തതാണ് നിരന്തരമുള്ള പൈപ്പ് പൊട്ടലിന് കാരണം. പൂർണ്ണമായി ആസ്ബസ്റ്റോസ് പൈപ്പുകൾ മാറ്റി DI പൈപ്പ് സ്ഥാപിക്കാൻ 15 കോടി രൂപ വേണ്ടിവരുമെന്നാണ് ഏകദേശ കണക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലും പൈപ്പ് പൊട്ടി തൃക്കാക്കരയിലും ജലവിതരണം മുടങ്ങിയിരുന്നു. IT പാർക്കും ജില്ലാ ഭരണകേന്ദ്രവും കാക്കനാടിന് സ്വന്തമായുണ്ടെങ്കിലും ജലവിതരണ സംവിധാനത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1-2 പൈപ്പ് പൊട്ടിയാൽ തന്നെ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളക്ഷാമത്തിലേക്ക് ആഴ്ത്താൻ കഴിവുള്ള തരത്തിലാണ് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ പരിഹരിക്കാൻ നാളുകളുടെ നിരന്തര ആവശ്യം ഉന്നയിച്ചിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി രൂക്ഷമാണ്. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിട്ട മണ്ണ് ഇടിഞ്ഞ് കൃഷി നശിച്ചു. ഇടുക്കി രാജാക്കാട് മുല്ലക്കാനത്തിന് സമീപമാണ് കൃഷി നശിച്ചത്. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതിനാൽ സമീപത്തുള്ള വീടുകളും അപകടഭീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് മുല്ലക്കാനത്തിന് സമീപം മണ്ണിടിഞ്ഞത്. ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മണ്ണൊലിച്ചുപോയത്. ഇതോടെ മേഖലയിലെ കൃഷി നശിച്ചു. പ്രദേശത്തെ 4 വീടുകളും അപകടഭീതിയിലാണ്. ഈ മലയോര ഹൈവേയുടെ ഈ നിർമ്മാണ പദ്ധതിയിൽ ഇതുപോലെ മണ്ണ് കൊണ്ട് കൂട്ടിയൊരു സ്ഥലം വേറെ കാണുമെന്ന് പോലും തോന്നുന്നില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 100% ഞങ്ങളുടെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. കൃഷി പോയാൽ പോട്ടെന്ന് നോക്കാൻ പിന്നെ ഉണ്ടാക്കാം, പക്ഷേ ഈ 8 പേരുടെ മരണത്തിന് ഇത് കാരണമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്തൊരവസ്ഥയാണ്. 2021 റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശവാസിയായ ചെറുതാനിക്കൽ ബിബിന്റെ ഭൂമിയിൽ മണ്ണ് നിക്ഷേപിച്ചത്. റോഡ് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ മണ്ണ് നീക്കം ചെയ്തു നൽകാമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ പിന്നീട് കമ്പനി മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറാകാതെ വന്നതോടെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ഉടമ പരാതി നൽകിയിരുന്നു.
നാളിതുവരെ വാടകയോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങാതെ റോഡ് പണിയുടെ ഭാഗമായി ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലത്ത് ഇത്രയും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ മണ്ണിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായി ഇതിന് വേണ്ട ക്രമീകരണം ചെയ്തു തരണമെന്നാണ് അപേക്ഷിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായതോടെ ബിബിന്റെ ഒരേക്കറിലധികം കൃഷി നശിച്ചു. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം പരവൂർ ഭൂതക്കുളത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ വലഞ്ഞ ജനം. പുത്തൻകുളം 4-ാം വാർഡിലെ റോഡാണ് വെള്ളക്കെട്ടിൽ മുങ്ങിയത്. ഇതുവഴിയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. പുത്തൻകുളത്തെ IOB അധികാരമുക്ക് റോഡാണിത്. മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. കാലങ്ങളായി ഈ അവസ്ഥ തുടരുകയാണ്. ഇതിനിടെയാണ് റോഡിൽ പൈപ്പ് ലൈനിനായി കുഴിയെടുത്തതും അത് ഇടിഞ്ഞു താഴ്ന്ന് വീണ്ടും പ്രശ്നം രൂക്ഷമായതും. നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ജനപ്രതിനിധികളടക്കം പറയുന്നു. നൂറുകണക്കിന് ആൾക്കാർ നടന്നു പോണ ഒരു വഴി ഇത് വർഷങ്ങളായി ഇത്രയും നാൾ കിടന്നിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ നിലവിൽ ഇവിടെ ഇല്ല, ജനങ്ങളുടെ ഇടയിലില്ല, അവരിവിടെ താമസവുമില്ല. ഈ ജില്ലയിൽ പോലും താമസമില്ലാത്ത ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെതായ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. മഴക്കാലമായാൽ സമീപ പ്രദേശത്തെ കുടുംബങ്ങളും ഇതുവഴിയുള്ള യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. വളരെ പ്രയാസകരമായിട്ടാണ് ഞാൻ വലത് വെച്ച് 4-4.5 കിലോമീറ്റർ നടന്നാണ് ഇപ്പോൾ പോകുന്നത്. ഇതുവഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ പോകുന്നുണ്ട്. അപകട സാധ്യത ഏറെയാണ്. കാൽനട യാത്രക്കാർക്ക് വെള്ളക്കെട്ട് കാരണം എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇനിയും പഞ്ചായത്ത് അനാസ്ഥ തുടർന്നാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊല്ലം. 50ന്റെ നിറവിൽ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കി ഇരവികുളം ദേശീയ ഉദ്യാനത്തിന് അഭിമാന നേട്ടം. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി ഇരവികുളം ഉദ്യാനത്തെ തിരഞ്ഞെടുത്തു. ഇരവികുളം ദേശീയോദ്യാനത്തെ അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെയാണ് വനം വകുപ്പ് സംരക്ഷിക്കുന്നത്. സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇരവികുളം. ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് അടുത്തിടെ തുടക്കം കുറിച്ചിരുന്നു. ഇതിനൊപ്പമാണ് ഇപ്പോൾ രാജ്യത്തിന് തന്നെ അഭിമാനമായി ഇരവികുളം ദേശീയോദ്യാനം മാറിയിരിക്കുന്നത്. പല കാലഘട്ടങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള നമ്മളുടെ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇരവികുളത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നാഷണൽ പാർക്ക് എന്ന ഖ്യാതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടത്തുള്ള ഇന്റർപ്രിട്ടേഷൻ സെന്ററുകളും പിന്നെ ഇവിടെയുള്ള വെർച്വൽ റിയാലിറ്റി പാർക്കും ഓർക്കിഡേറിയവും എല്ലാം നമുക്ക് നമ്മളെ ഈ ഒരു ഇതിലേക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. രാജ്യത്തെ മികച്ച ദേശീയ ഉദ്യാനമായി വെറുതെ തിരഞ്ഞെടുക്കുകയായിരുന്നില്ല. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വേൾഡ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ട് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ നിശ്ചയിച്ചത്. 32 മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ മൂല്യനിർണ്ണയത്തിൽ 92.97% പോയിന്റ് നേടിയാണ് ഇരവികുളം രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 50ാം വാർഷിക ആഘോഷവേളയിൽ ഇരട്ടി മധുരമായി എത്തിയ അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് ഇരവികുളത്തെ കാത്തുപരിപാലിക്കുന്ന ജീവനക്കാരും. ഇരവികുളം നാഷണൽ പാർക്കിന് ഈ ഗുഡ് റേറ്റിംഗ് കിട്ടിയതിൽ ജീവനക്കാർക്ക് അതിയായ സന്തോഷമുണ്ട്. 200ഓളം വരുന്ന ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഗുഡ് റേറ്റിംഗിൽ എത്താൻ പറ്റിയത്. പുൽമേടുകളും ഷോലവനങ്ങളും നിറഞ്ഞ ജൈവവൈവിധ്യത്തിന്റെ കലവറ കൂടിയാണ് ഇരവികുളം. ലോകത്ത് ഏറ്റവും കൂടുതൽ വരയാടുകളെ കാണപ്പെടുന്ന പ്രദേശമെന്ന പ്രത്യേകതയും ഇരവികുളത്തിനുണ്ട്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഉൾപ്പെടെ 20ഓളം കുറിഞ്ഞി ഇനങ്ങളും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. മഴക്കാലം എത്തിയതോടെ ഇടുക്കി മാങ്കുളം മാങ്ങാപ്പാറ കുടിനിവാസികളുടെ യാത്ര അവതാളത്തിലായി. കുടിയിലേക്കുള്ള പാതയിൽ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിയായത്. പാലമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഉന്നയിക്കുമ്പോഴും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം.
ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ആദിവാസി സങ്കേതമായ മാങ്ങാപ്പാറ കുടിയിലെ താമസക്കാരാണ് പ്രതിസന്ധി നേരിടുന്നത്. വഴിമധ്യേയുള്ള പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല. വേനൽക്കാലത്ത് ജീപ്പുകൾ പുഴയിലൂടെ ഇറങ്ങിയാണ് യാത്ര ചെയ്തിരുന്നത്. മഴക്കാലത്ത് പുഴയിൽ മലവെള്ളം എത്തുന്നതിനാൽ ജീപ്പുകൾ ഇറക്കാൻ കഴിയുന്നില്ല. പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുമെന്ന് ഓരോ വേനൽക്കാലത്തും ജനപ്രതിനിധികളുടെ വാഗ്ദാനമുണ്ടാകും. എന്നാൽ നടപടി ഉണ്ടാകാറില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മഴക്കാലത്ത് ഞങ്ങൾക്ക് പാലം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് അത് ഞങ്ങൾ ബാക്കിയുള്ള ആളുകൾ കെട്ടിച്ചു നോക്കാണ്. അതാണ് അതിൻ്റെ ഈ വിദ്യാഭ്യാസങ്ങൾ വരുന്നത്. മാങ്ങാപ്പാറയ്ക്ക് വണ്ടിക്ക് കയറി പോകത്തില്ല, ഈ വെള്ളം കുറയാണ്ട് ഇങ്ങോട്ടും കയറി പോകും. വെള്ളം കുറച്ചാൽ തന്നെ ചപ്പാത്ത നമുക്ക് നന്നായി എടുത്തിട്ട് ശേഷം വണ്ടി കയറും. വാഹനമിറക്കാൻ കഴിയാതായതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങി. ഏറെ വൃദ്ധജനങ്ങളുള്ള മാങ്ങാപ്പാറക്കുടിയിൽ നിന്ന് രോഗികളെ ആശുപത്രിയിലെത്തിക്കാനാണ് ഏറ്റവും കഷ്ടപ്പാട്. ആനക്കുളത്തെത്തിയാൽ മാത്രമേ ഇവർക്ക് ഇപ്പോൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയൂ. റേഷൻ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളും തലച്ചുമടായി വേണം കുടിയിലെത്തിക്കാൻ. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യത്തിൽ അടിയന്തരമായി അധികൃതർ ഇടപെടണം എന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 മാങ്കുളം. എറണാകുളം തോട്ടറ പുഞ്ചയിലെ പ്ലാസ്റ്റിക് മാലിന്യ ശുചീകരണവുമായി ക്രിയേറ്റീവ് അരയൻകാവ് എന്ന കൂട്ടായ്മ. തോട്ടറ പുഞ്ചയിൽ അടിഞ്ഞുകൂടിയ ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ മാറ്റിയത്. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഈ റിപ്പോർട്ടിന് ശേഷം ഇടവേള കഴിഞ്ഞ് സ്പോട്ട് ലൈവ് കാണാം. KP അഭിലാഷ്. നമസ്കാരം. തോട്ടറ പുഞ്ച മനോഹരമാക്കുന്ന പരിശ്രമത്തിലാണ് അരയങ്കാവിലെ ഒരുപറ്റം യുവാക്കൾ. ക്രിയേറ്റീവ് അരയങ്കാവ് എന്ന കൂട്ടായ്മയാണ് ഈ യജ്ഞത്തിന് പിന്നിൽ. ജില്ലയിലെ തന്നെ പ്രധാന ഗ്രാമീണ ടൂറിസം കേന്ദ്രമായ തോട്ടറ പുഞ്ചയിൽ നൂറുകണക്കിന് സന്ദർശകർ ദിവസവും എത്തുന്നുണ്ട്. ഇവരുൾപ്പെടെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന വെള്ളക്കുപ്പികളും സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളുമടക്കം ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ നിറഞ്ഞ് ഇവിടെ മാലിന്യ കൂമ്പാരമായി. ഈ സാഹചര്യത്തിലാണ് ക്രിയേറ്റീവ് അരയൻകാവിന്റെ നേതൃത്വത്തിൽ വള്ളങ്ങളിലും കയാക്ക് ബോട്ടുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു മാറ്റുന്നത്. ആമ്പല്ലൂർ എടക്കാട്ടുവയൽ പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം എറണാകുളം ജില്ലയുടെ നെല്ലറ കൂടിയാണ്. ഇത് എറണാകുളം ജില്ലയുടെ നെല്ലറ, അതോടൊപ്പം ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ ടൂറിസം, ഗ്രാമീണ ടൂറിസത്തിനായി നിരവധി പേര് എല്ലാ ദിവസങ്ങളിലും എത്തുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടെ വ്യാപകമായ പ്ലാസ്റ്റിക് കുപ്പികൾ പൊങ്ങി, ആയിരക്കണക്കിന് കുപ്പികൾ മൂലം ഇവിടെ ഒരു മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അരയങ്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് അരയങ്കാവിന്റെ നേതൃത്വത്തിൽ പല സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഇവിടുത്തെ കുപ്പികൾ, ഈ പ്ലാസ്റ്റിക്കും അതോടൊപ്പമുള്ള മാലിന്യങ്ങളും ശേഖരിക്കാൻ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ശുചീകരണ യജ്ഞത്തിൽ എടക്കാട്ടുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയകുമാർ, ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ്, ക്രിയേറ്റീവ് അരയങ്കാവ് പ്രസിഡന്റ് പൗലോസ്, കൃഷ്ണരാജ് തുടങ്ങിയവർ പങ്കാളികളായി. ന്യൂസ് 18 കൊച്ചി.